നോക്കണം നിങ്ങൾ, ഫലസ്തീൻ എന്ന വിഷയം തന്നെ അറബികളൊക്കെ മറന്നുപോയി. ഫലസ്തീൻ എന്ന വിഷയം തന്നെ ആർക്കും വേണ്ടതായി. ബിൻ ഗവീറിന്റെയും സ്മോട്രിച്ചിന്റെയും നേതൃത്വത്തിൽ ഖുദ്സിലെ പള്ളി വരെ മലിനമാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. പല രാജ്യങ്ങളും അബ്രഹാമിക് അക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കാൻ തയ്യാറായപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിയുടെ നേതൃത്വത്തിൽ പോരാടിയതിനെ നമ്മളാരും തീവ്രവാദം എന്ന് പറയൂലല്ലോ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹമാസ് പോരാട്ടം നടത്തിയത് അവരുടെ ചെറുത്തുനിൽപ്പ് സ്വാതന്ത്ര്യം തന്നെയാണ്, സ്വാതന്ത്ര്യ പോരാട്ടം തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും ഒക്കെ കൊന്ന് അതിൽ ഓടിപ്പോയി രക്ഷപ്പെട്ടവന് എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ വീട് തിരിച്ചു കിട്ടണം, എൻ്റെ ഭാര്യമാരെയും മക്കളെയും കൊന്നവനോട് പ്രതികാരം ചെയ്യണം എന്ന ആഗ്രഹം വന്നാൽ ഇതിന് തീവ്രവാദം എന്നോ ഭീകരവാദം എന്നോ ബുദ്ധിയുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതായാലും 2 പതിറ്റാണ്ടോളമായി അറബികൾ പോലും ഖുദ്സിനെ പറ്റി മിണ്ടാതെ, പലസ്തീൻ വിഷയത്തെപ്പറ്റി മിണ്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവിടെ ഒക്ടോബർ 7 ആവർത്തിച്ചു. വെറുതെ പറയല്ല. ആന്റണി ഗുട്ടറസ് അദ്ദേഹം 2023 ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ കൃത്യമായി പറഞ്ഞില്ലേ, ഒക്ടോബർ 7 ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല, 72 കൊല്ലത്തെ അനുഭവങ്ങളും കൂടി പരിശോധിക്കുമ്പോഴേ എന്തുകൊണ്ട് ഒക്ടോബർ 7 ഉണ്ടായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് വെറുതെയല്ല. ഞാൻ പറഞ്ഞത് ആ മറന്നുപോയവർക്കൊക്കെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വരാൻ ഒക്ടോബർ 7 കാരണമായി. ഹമാസിനെ ഇല്ലാതെയാക്കും, പലസ്തീനികളെ മുഴുവൻ നാടുകടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചവർ, പ്രിയപ്പെട്ടവരെ, അവസാനം ഒരു കരാറിൽ ഒപ്പിടാൻ തന്നെയെങ്കിലും അവർ തയ്യാറാകുന്ന അവസ്ഥയിലെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഹമാസ് അതിന് തയ്യാറായതുകൊണ്ടാണ് അതുണ്ടായത്. ഒക്ടോബർ 7 അക്രമത്തെപ്പറ്റി അതിൻ്റെ ന്യായാന്യായങ്ങളെപ്പറ്റി അല്ല ഞാൻ പറയുന്നത്. ആ ലൈനാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന ചർച്ചയുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ അടിച്ചമർത്തപ്പെടുമ്പോൾ ആരുടെയും ഉള്ളിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അക്രമികളെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകൽ സ്വാഭാവികമാണ്. ബ്രിട്ടീഷുകാരൻ നൂറ്റാണ്ടുകൾ നമ്മൾ അടക്കി ഭരിച്ചപ്പോൾ അവരെ നാട് കടത്തണം എന്നുള്ള ആഗ്രഹം അത് ദേശസ്നേഹമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഏത് നാട്ടുകാർക്കും ആ ദേശസ്നേഹം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ ഉണർത്തുന്നുള്ളൂ.